trigonometric ratios of angles 0 degree, 30 degree, 45 degree, 60 degree and 90 degree. 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നിവയുടെ ത്രികോണമിതി അംശബന്ധങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 30, 45, 60 എന്ന ആംഗിൾസിനെ നമ്മൾ കോമൺ ആംഗിൾസ് എന്നാണ് പറയുക. സോ ഇതേ ആംഗിൾസിൽ വരുന്ന രണ്ട് തരം മട്ടത്രികോണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45, 45, 90 എന്നും രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30, 60, 90 എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട് തരത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് തരം റൈറ്റ് ട്രയാങ്കിൾസ്. അതിൽ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഈ ട്രയാങ്കിളിൽ നമുക്ക് എടുക്കാം. ABC എന്ന് പേര് കൊടുക്കാം. ആംഗിൾ B 90 ഡിഗ്രി ആണ്. ആംഗിൾ A 45 ഡിഗ്രി, ആംഗിൾ C 45 ഡിഗ്രി. സോ നമുക്കറിയാം 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസിൽ വരുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആണ്. സോ നമുക്ക് ആ റേഷ്യോ വെച്ച് ഈ സൈഡ്സ് കൊടുക്കാം. സോ ഒരു 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 1, രണ്ടാമത്തെ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 1, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് √2. സോ നമുക്ക് 3 സൈഡ്സും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ വെച്ച് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ വാട്ട് ഇസ് സൈൻ 45 ഡിഗ്രി? ബൈ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ 45 ആംഗിൾ എയും 45 ആണ്, ആംഗിൾ സിയും 45 ആണ്. ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കാം നമുക്ക്. സോ ആംഗിൾ എ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് ഓപ്പോസിറ്റ് സൈഡ്? 1 ആണ്. ഓക്കെ, സോ 1 ബൈ വാട്ട് ഇസ് ഹൈപ്പോട്ടന്യൂസ്? √2. സോ നമുക്ക് സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2 എന്ന് കിട്ടും. ഓക്കെ, നൗ വാട്ട് അബൌട്ട് cos 45 ഡിഗ്രി? നെക്സ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ കൊസൈൻ ആണ്. സോ cos 45 ഡിഗ്രി. സോ ഈ 45 ഡിഗ്രി തന്നെ ഫിക്സ് ചെയ്യാം. cos 45 ഡിഗ്രി ബൈ ഡെഫിനിഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം. സോ വാട്ട് ഇസ് അഡ്ജസന്റ് സൈഡ് ഓഫ് ദിസ് 45 ഡിഗ്രി? 1 by hypotenuse √2. So we get cos 45 degree is equal to 1/√2. നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു സൈനിന്റെയും കോസിന്റെയും വാല്യൂ സെയിം ആകുന്നത് 45 ഡിഗ്രിയിലാണെന്ന്. നിങ്ങൾക്ക് കാണാം സൈൻ 45 ഡിഗ്രി 1/√2 ആണ്, കോസ് 45 ഡിഗ്രി 1/√2 ആണ്. രണ്ടിനും സെയിം വാല്യൂ ആണ്. സോ ഏത് ആംഗിളിലാണ് സൈനിനും കോസിനും ഒരേ വാല്യൂ വരുന്നത്? 45 ഡിഗ്രിയിലാണ്. ഏതാണ് ആ വാല്യൂ? 1/√2. ഓക്കെ, ഇനി ടാൻ 45 ഡിഗ്രി കാണാം. ഡെഫിനിഷൻ ഉപയോഗിച്ച് കാണാം, അല്ലെങ്കിൽ സൈൻ ബൈ കോസ് ഉപയോഗിച്ചിട്ടും കാണാം. ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ് ടാൻ 45 ഡിഗ്രി വരിക. ഇതേ 45 ഡിഗ്രി തന്നെ എടുക്കാം. ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസന്റും 1 ആണ്. സോ 1/1 1 ആണ്. tan 45 ഡിഗ്രി is equal to sin 45 by cos 45 ചെയ്യുമ്പോഴും നമുക്ക് 1/√2/1/√2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ തന്നെയാണ്. അതിന്റെ വാല്യൂ 1 കിട്ടും. സോ ഇതും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. tan 45 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. സോ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈൻ കോസ് ടാനിന്റെ 45 ഡിഗ്രി എന്ന കോമൺ ആംഗിളിലെ വാല്യൂസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സൈൻ 45 ഡിഗ്രി 1/√2, cos 45 ഡിഗ്രി 1/√2. സൈനിന്റെയും കോസിന്റെയും വാല്യൂ സെയിം ആയി വരുന്നത് 45 ഡിഗ്രി എന്ന ആംഗിളിലാണ്. ആ വാല്യൂ 1/√2 ആണ്. ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. ഇനി 30, 60, 90 ആംഗിൾസ് വരുന്ന റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ABC റൈറ്റ് ആംഗിൾ അറ്റ് B. സപ്പോസ് ആംഗിൾ A ഈസ് 30 ഡിഗ്രി. സോ ആംഗിൾ സി എന്തായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. ബിക്കോസ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടണം. അങ്ങനെയാണെങ്കിൽ വി നോ ദാറ്റ് ദ റേഷ്യോ സൈഡ്സ് ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഈസ് 1:√3:2 അല്ലെ? സോ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് 1 മാർക്ക് ചെയ്യാം, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √3 മാർക്ക് ചെയ്യാം, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 മാർക്ക് ചെയ്യാം.
So ഇവിടെ നിന്ന് we can find the trigonometric ratio sin, cos, tan at 30 degree, sin, cos, tan at 60 degree. Okay. So first one, sin 30 degree, opposite by hypotenuse. So 30 degree opposite 1, hypotenuse 2. So നമുക്ക് sin 30 degree 1/2 കിട്ടും. Next, cos 30 degree, adjacent by hypotenuse. Now the adjacent side of 30 degree is √3, hypotenuse 2. So we have cos 30 degree √3/2. അതേപോലെ നമുക്ക് tan 30 ഡിഗ്രിയും കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ sin 30 degree by cos 30 degree കാണാം, അല്ല എങ്കിൽ our definition opposite side by adjacent side. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എന്ന് പറയുന്നത് 1 ആണ്, ബൈ അഡ്ജസന്റ് സൈഡ് √3 ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 1/2 by √3/2 ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, ക്യാൻസൽ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 1/√3. ഓക്കെ. ഇനി 60 ഡിഗ്രിയുടെ സൈൻ 60 ഡിഗ്രി. ഓക്കെ, സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. So 60 degree ഇവിടെയാണ്. So its opposite side √3 by hypotenuse 2. So we have √3/2. Cos 60 degree, that's equal to adjacent side by hypotenuse. So 60 ഡിഗ്രിയുടെ adjacent side 1 ആണ്, hypotenuse 2 ആണ്. So we have 1/2. Tan 60 degree, tan 60 degree എന്ന് പറഞ്ഞാൽ opposite by adjacent ആണ്. Opposite side of tan 60 is √3. Adjacent side of tan 60 is 1. So √3/1. So that is equal to √3. So നിർബന്ധമായിട്ടും 30 degree, 45 degree, 60 degree എന്നീ കോമൺ ആംഗിൾസിലുള്ള സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടെ നമ്മൾ ടേബിൾ യൂസ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നിർബന്ധമായിട്ടും ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം. സോ ഒന്നുകിൽ ബൈഹാർട്ട് ചെയ്യുക, സൈൻ 30 is equal to 1/2 cos 30 √3/2 എന്ന് പറഞ്ഞ് ബൈഹാർട്ട് ചെയ്യുക. അല്ല എങ്കിൽ ആ കോണുകളുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, അതിന്റെ സൈഡ്സ് ഓഫ് റേഷ്യോ യൂസ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കുക. 45 ആണെങ്കിൽ 45, 45, 90 ട്രയാങ്കിൾ എടുക്കുക. 1:1:√2, 45ന്റെ എതിർ ഓപ്പോസിറ്റ് ആയിട്ട് 1, രണ്ടാമത്തെ 45ന്റെ ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ടന്യൂസ് √2. അതേപോലെ 30യുടെയോ 60യുടെയോ ആണ് കാണേണ്ടതെങ്കിൽ 30, 60, 90 എന്ന ട്രയാങ്കിൾ എടുക്കുക. എന്നിട്ട് 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2 എടുക്കുക. ഡെഫിനിഷൻ ഉപയോഗിച്ച് സൈനിന്റെയും കോസിന്റെയും ടാനിന്റേതും ഡെഫിനിഷൻ ഉപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിക്കുക. അല്ല എങ്കിൽ നമുക്ക് ഈ ടേബിൾ ബൈഹാർട്ട് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ആംഗിൾസ് എഴുതുമ്പോൾ കോമൺ ആംഗിൾസ് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇവിടെ ഞാൻ 0 ഡിഗ്രിയും 90 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആംഗിൾസ് എഴുതുമ്പം 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 0, അത് കഴിഞ്ഞ് 30, then 45, then 60 and last 90. സൈൻ, കോസ്, ടാൻ. സൈനിന്റെ വാല്യൂസ് മാത്രം ബൈഹാർട്ട് അടിക്കുക. സോ ഫസ്റ്റ് നമ്മൾ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഹാഫിലേക്ക് എത്തും. അത് കഴിഞ്ഞ് 1/√2, അത് കഴിഞ്ഞ് √3/2, ലാസ്റ്റ് 1. സോ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള സൈനിന്റെ വാല്യൂസ് 0 എന്ന നമ്പറിനും 1 എന്ന നമ്പറിനും ഇടയിലാണ്. ഓക്കെ. സോ സൈൻ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. സോ ഈ വാല്യൂസ്, ഈ 5 നമ്പേഴ്സ് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഏറ്റവും ചെറിയ നമ്പറായ 0യിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. 0, 1/2, 1/√2, √3/2, 1. അപ്പൊ കോസിന്റെ വാല്യൂ എഴുതണമെങ്കിൽ ഈ 90 മുതൽ ഇങ്ങോട്ടേക്കുള്ള വാല്യൂസ് റിവേഴ്സ് ഓർഡറിൽ എഴുതാം. സോ നമുക്ക് ആദ്യം 1 എഴുതും, ദെൻ √3/2 എഴുതും, ദെൻ 1/√2 എഴുതും, 1/2 എഴുതും, ലാസ്റ്റ് 0 എഴുതും. ടാൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് ടാൻ. സോ 0/1 0, ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ആ ഫ്രാക്ഷന്റെ വാല്യൂ 0 ആണ്. ദെൻ 1/2 √3/2, കോമ്പൗണ്ട് ഫ്രാക്ഷൻ 2 and 2 ക്യാൻ ബി ക്യാൻസൽ. സോ നമുക്ക് 1/√3 എന്ന് കിട്ടും. 1/√2 by 1/√2, same terms in numerator and denominator, so answer 1.
Root 3 by 2 by 1 by 2. So 2 and 2 can be cancelled. So we get root 3 by 1, that's equal to root 3. Now 1 by 0. 0 കൊണ്ടുള്ള ഡിവിഷൻ ഇതുവരെയും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. സോ നമുക്ക് ഇവിടെ എഴുതാൻ നോട്ട് ഡിഫൈൻഡ്, നിർവചിക്കപ്പെട്ടിട്ടില്ല. സോ ഈ ടേബിൾ ഓർത്താലും നമുക്ക് സൈനിന്റെ വാല്യൂസ് ആംഗിൾസ് ക്രമത്തിൽ ഓർക്കാം. 0, 30, 45, 60, 90 വാല്യൂസും 0 മുതൽ 1 വരെ. 0, 1 by 2, 1 by root 2, root 3 by 2, 1. കോസിന്റെ വരുമ്പോൾ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതാം. ടാൻ കണ്ടുപിടിക്കാൻ സൈൻ ബൈ കോസ് ചെയ്യും. ഈ ടേബിളിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ അറിയാം സൈനിന്റെ വാല്യൂസ്. ഞാൻ പറഞ്ഞു നമ്മൾ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ വാല്യൂസ് നമുക്ക് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ളതാണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് 0 മുതൽ 90 വരെയുള്ള ഇൻക്ലൂഡിങ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി കോമൺ ആംഗിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടിയതിന്റെ ക്രമം ഒന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും ചെറിയ വാല്യൂ ആണ് 0. ഈ എഴുതിയ നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് 0. അതിന് തൊട്ട് മുകളിലാണ് 1 by 2. അതിനും വലിയ വാല്യൂ ആണ് 1 by root 2. അതിനും വലിയ വാല്യൂ ആണ് root 3 by 2. അതിനും വലുതാണ് 1. എന്നാൽ കോസിന്റെ കേസിലോ 1 ഏറ്റവും വലിയ വാല്യൂ ആണ്. അതിനേക്കാളും ചെറുതാണ് root 3 by 2. അതിനും ചെറുതാണ് 1 by root 2. അതിനും ചെറുതാണ് 1 by 2. അതിനേക്കാളും ചെറുതാണ് 0. സോ ഇവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? ദ വാല്യൂ ഓഫ് സൈൻ ഇൻക്രീസസ് ആസ് ഡിഗ്രി ഇൻക്രീസസ്, ബട്ട് ദ വാല്യൂ ഓഫ് കോസ് ഡിക്രീസസ് ആസ് ഡിഗ്രി ഇൻക്രീസസ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ സെയിം ആവുന്നത് എവിടെയാണ്? 45 ഡിഗ്രിയിൽ സൈനും കോസും കോയിൻസൈഡ് ചെയ്യുന്നു അറ്റ് ദ ആംഗിൾ 45 ഡിഗ്രി. സോ അവിടെ അതിന്റെ വാല്യൂ എന്താകുന്നു? തുല്യമാകുന്നു, 1 by root 2 ആകുന്നു. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. 0 മുതൽ 90 വരെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. ഇത് 0യിൽ നിന്ന് തുടങ്ങുന്നു, ദെൻ 30, 45, 60, 90 എന്ന രീതിയിൽ പോയാൽ സൈനിന്റെ ഗ്രാഫ് പോകുന്നത് 0 ആകുമ്പോൾ സൈൻ 0 വരുമ്പോൾ 0, 30 വരുമ്പോൾ കയറുന്നു, 45 വരുമ്പോൾ വീണ്ടും കയറുന്നു, 60 വരുമ്പോൾ കയറുന്നു, അങ്ങനെ 90 വരുമ്പം ഇവിടെ എത്തുന്നു. അത് 1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, കോസിന്റെ വാല്യൂ വരുമ്പോഴോ കോസ് 0 വന്നിട്ട് 1 ആണ്. അത് കഴിഞ്ഞ് ചെറുതായി ഇവിടുന്ന് ഗ്രാഫ് നേരെ താഴേക്കാണ് പോകുന്നത്. ഒരു സ്ഥലത്തെത്തുമ്പോൾ അത് രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്, ഒരേ വാല്യൂയിൽ എത്തുന്നുണ്ട്. പിന്നെ ചെറുതായി ചെറുതായി 90 എത്തുമ്പോൾ അതാ 0യിലേക്ക് എത്തും. ഇവിടെ അത് രണ്ടും ഈക്വൽ ആയിട്ട് സൈനിന്റെ ഗ്രാഫും കോസിന്റെ ഗ്രാഫും കൂട്ടിമുട്ടുന്നു. ആ പോയിന്റ് 45 ആണ്. അവിടെ സെയിം വാല്യൂ ആണ്. അപ്പൊ ഈ രീതിയിൽ ഓർക്കാം, സൈനിന്റെ ഗ്രാഫ് കയറി വരുന്നു, എന്നാൽ കോസിന്റെ ഗ്രാഫ് താഴേക്ക് ഇറങ്ങിയാണ് വരുന്നത്. ഇത് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് SSLC എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിനു മുമ്പ് ഒന്നും കൂടെ നമുക്ക് ഇപ്പൊ പഠിച്ച റിസൾട്ട് ഒന്നുകൂടെ വായിക്കാം. ദ വാല്യൂ ഓഫ് സൈൻ ഇൻക്രീസസ് ആസ് ഡിഗ്രി ഇൻക്രീസസ് and the value of cos decreases as degree increases. The values of sine and cosine coincides at 45 degree. കോണളവ് 0 ഡിഗ്രിയിൽ നിന്നും കൂടുന്നതിനനുസരിച്ച് സൈനിന്റെ വില കൂടുകയും കൊസൈനിന്റെ വില കുറയുകയും ചെയ്യുന്നു. എന്നാൽ 45 ഡിഗ്രിയിൽ സൈനിന്റെയും കൊസൈനിന്റെയും വില തുല്യമാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. Which is greater, sin 1 degree or cos 1 degree? Sin 1 ഡിഗ്രി cos 1 ഡിഗ്രി എന്നിവയിൽ ഏതാണ് വലുത്? അപ്പൊ ആ ഒരു ഗ്രാഫ് ഓർത്ത് വെക്കുക. കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, ഇത് 1, ഇത് 0. ഓക്കെ, സൈനിന്റെ ഗ്രാഫ് കൂടി വരുന്നു. ഓക്കെ, ഇവിടെ എത്തുമ്പോഴാണ് തുല്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ, ഇത് 0 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? സൈൻ 1 ഇപ്പൊ ഇവിടെയാണ് 45 ഡിഗ്രി വരിക, സൈൻ 1 ഇവിടെയാണ്. ഓക്കെ, അപ്പൊ വാല്യൂസ് നോക്കുമ്പോൾ ആരുടെ വാല്യൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ? കോസിന്റെ വാല്യൂ ആയിരിക്കും വലുത്. 45 എത്തുമ്പോൾ കോസിന്റെ വാല്യൂ കുറയുകയും സൈനിന്റെ വാല്യൂ കൂടുകയും ചെയ്യും.
ഇത് ഉയർന്ന 1 എന്ന നമ്പറിൽ നിന്ന് കുറഞ്ഞു വരുന്നു. 0-ൽ നിന്ന് കൂടി വരുന്നു. 45-ൽ തുല്യമാകുന്നു. 45 കഴിഞ്ഞാൽ സൈനിന്റെ വാല്യൂ കൂടുന്നു, കോസിന്റെ വാല്യൂ കുറയുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. തന്ന ഡിഗ്രി എത്രയാണെന്ന് നോക്കുക. 45 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ, ഇതിനേക്കാളും കുറവാണെങ്കിൽ, അതായത് 45 ഡിഗ്രിയാണ് കൂടുതൽ, നമുക്ക് തന്ന ഡിഗ്രി കുറവാണെങ്കിൽ കോസിന്റെ വാല്യൂ വലുത്. 45 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ തന്ന വാല്യൂ 45നേക്കാളും കൂടുതൽ, സപ്പോസ് അത് 60-നോ 70-നോ വിചാരിക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സൈനിന്റെ വാല്യൂ ആയിരിക്കും വലുത്. ഓക്കെ, സോ സൈൻ 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി. നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി 1 ആണ്. അത് 45നേക്കാളും കുറവാണ്. 45നേക്കാളും കുറവാണെങ്കിൽ ഏതിന്റെ വാല്യൂ ആണ് വലുത്? കോസിന്റെ വാല്യൂ ആണ് വലുത്. സോ ഇവിടെ ആൻസർ നമുക്ക് എഴുതാം. ഏത് വാല്യൂ ആയിരിക്കും കൂടുതൽ വരിക? കോസ് 1 ഡിഗ്രി ആണ്. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് ഒന്നും വരയ്ക്കണം എന്നില്ല. ജസ്റ്റ് ആ ടേബിൾ അങ്ങ് ഓർത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായിരിക്കും വലുതെന്ന്. ഓക്കെ, ഇത്രയും ഓർത്താൽ മതി. 0, 30, 45. അപ്പോൾ സൈനിന്റെ വാല്യൂ പോകുന്നത് 0, 1/2, 1/√2 എന്നാണ്. കോസിന്റെ വാല്യൂ പോകുന്നത് 1, √3/2 അങ്ങനെ. സോ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0-നും 30-ക്കും ഇടയ്ക്കാണ്. അപ്പൊ സൈനിന്റെ വാല്യൂ 0-ക്കും ഹാഫിനും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. കോസിന്റെ വാല്യൂ 1-നും √3/2-നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. ഏതായിരിക്കും വലുത്? 1-നും √3/2-നും ഇടയ്ക്കുള്ള വാല്യൂ അല്ലേ? 0-ക്കും 1/2-നും ഇടയ്ക്കുള്ള വാല്യൂവിനേക്കാളും വലുത്. സോ ഏതിന്റെ വാല്യൂ ആയിരിക്കും വലുത്? കോസ് 1 ഡിഗ്രി. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഇസ് ഗ്രേറ്റർ, സൈൻ 50 ഓർ കോസ് 50? സൈൻ 50 ഡിഗ്രി, കോസ് 50 ഡിഗ്രി എന്നിവയിൽ ഏതാണ് വലുത്? ഞാൻ പറഞ്ഞു ആകെ ഒരു നമ്പറിനെ മാത്രം നമ്മൾ ഫിക്സ് ചെയ്താൽ മതി, 45 ഡിഗ്രി എന്ന നമ്പറിന്. ഇത് 45 ഡിഗ്രിനേക്കാളും വലിയ നമ്പറാണ്, റൈറ്റ് സൈഡിലേക്ക് വരുന്ന നമ്പറാണ് ഇപ്പോൾ തന്നിരിക്കുന്ന 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഏതിന്റെ വാല്യൂ ആണ് വലുത്? സൈനിന്റെ. ചെറുതാണെങ്കിലോ കോസിന്റെ വാല്യൂ ആയിരിക്കും വലുത്. വലുതാണെങ്കിൽ സൈനിന്റെ വാല്യൂ ആയിരിക്കും വലുത്. അപ്പൊ സൈൻ 50 ആണോ കോസ് 50 ആണോ വലുത്? സൈൻ 50 ആണ് വലുത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. ഇവിടെ സൈൻ 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി, ഇതിൽ രണ്ടിലും ഏതാണ് വലുതെന്ന് ചോദിച്ചു. അപ്പൊ 45-നും ചെറിയ വാല്യൂ ആണ് 1 ഡിഗ്രി. സോ ഏതിന്റെ വാല്യൂ ആണ് വലുത്? കോസിന്റെ വാല്യൂ ആയിരിക്കും വലുതായി വരിക. അടുത്ത തന്നത് 50 ആണ്, അത് 45-നേക്കാളും വലിയ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ സൈൻ 50 കോസ് 50 എടുക്കുമ്പോൾ ഏതിന്റെ വാല്യൂ വലുതായിട്ട് വരിക? സൈൻ 50. ഈ ഒരു കാര്യം ഓർത്താൽ മതി. 45 വരയ്ക്കുക, റൈറ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് ഇടുക, ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് ഇടുക. റൈറ്റ് സൈഡിലെ വാല്യൂ ആണ് തരുന്നെങ്കിൽ സൈൻ വലുത്, ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ആണ് തരുന്നെങ്കിൽ കോസ് വലുത്. ഈ രീതിയിൽ ഓർത്താൽ ഇവിടെ നിന്നുള്ള മാർക്കൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങളുടെ പ്രയോഗങ്ങൾ. ഇതിനു മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോസ് 1:1:√2 1:√3:2 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നതിന്. ഇതേ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ 1:1:√2-നും 1:√3:2-നും ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ട്രയാങ്കിളില് നമ്മൾ കണ്ട ആംഗിൾസ് 30, 45, 60 ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണമായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ലാത്തതാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ ആംഗിൾസ് വന്നാലും നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു 30, 45, 60 എന്നീ കോമൺ ആംഗിൾസിലും ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഏത് തരം ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിലും ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് യൂസ് ചെയ്യാം, ഏത് ആംഗിൾസ് ആയാലും. എന്നാൽ 30, 45, 60 എന്നീ ആംഗിൾസ് വന്നാൽ നിങ്ങൾ ആദ്യം പഠിച്ച 1:1:√2 1:√3:2 എന്ന റേഷ്യോ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത നമ്പേഴ്സ് 30, 45, 60 അല്ലാത്ത വേറെ ഏത് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കാൻ പഠിക്കാം.
അതേപോലെ രണ്ടാമത്തത് ടു ഫൈൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം ആൻഡ് റോംബസ്. സാമാന്ത്രികത്തിന്റെയും സമഭുജ സാമാന്ത്രികത്തിന്റെയും പരപ്പളവ് കാണുന്നതിന് അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് ഒരു പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തില് ഉണ്ടായിരുന്ന ആംഗിൾസ് 30ഓ 45ഓ 60ഓ ആയിരുന്നു. എന്നാൽ ഇതൊന്നുമല്ലാത്ത ആംഗിൾസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഏത് കോൺസെപ്റ്റ് യൂസ് ചെയ്യും? ട്രിഗണോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്തിട്ടാണ് കാണുക. ഓക്കെ, മൂന്നാമത്തത് ടു ഫൈൻഡ് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉപയോഗിക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നാലാമത്തത് ടു ഫൈൻഡ് ലെങ്ത് ഓഫ് എ കോർഡ് ഓഫ് എ സർക്കിൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. ടു ഫൈൻഡ് ലെങ്ത് ഓഫ് എ കോർഡ് ഓഫ് എ സർക്കിൾ. ഒരു വൃത്തത്തിന്റെ ഞാണിന്റെ നീളം കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ 4 ഓർത്ത് വെക്കുക. എന്തിനൊക്കെയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ടു ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, to find area of parallelogram and rhombus, to find length of a side of a triangle, to find length of a chord of a circle. ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നതിന്, സാമാന്ത്രികത്തിന്റെയും സമഭുജ സാമാന്ത്രികത്തിന്റെയും പരപ്പളവ് കാണുന്നതിന്, ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം കാണുന്നതിന്, വൃത്തത്തിന്റെ ഞാണിന്റെ നീളം കണ്ടുപിടിക്കുന്നതിന്. സോ ഈ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം.